പൊള്ളാച്ചിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥിനികളെയും വീട്ടമ്മമാരെയും ബലാത്സംഗം ചെയ്യുന്ന വീഡിയോ തമിഴ്നാട്ടിലേറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. 2016-നും 2018-നും ഇടയിൽ നടന്ന കൂട്ട ബലാത്സംഗത്തിൻ്റെ വിവരങ്ങൾ ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിലാണ് പുറത്തു വന്നത്. പൊള്ളാച്ചി പീഡന പരമ്പര കേസിൽ 7 വർഷത്തിന് ശേഷം 9 പ്രതികൾക്കും മരണം വരെയും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. കോയമ്പത്തൂർ മഹിളാ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. ആറു വർഷത്തിനു ശേഷമാണ് തമിഴകത്തെ ആകെ ഞെട്ടിച്ച പൊള്ളാച്ചി പീഡന കേസിലെ വിധി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ തിരുനാവക്കരശ്, റിഷ്വന്ത്, സതീഷ്, വസന്തകുമാർ, മണിവണ്ണൻ, ഹാരോൺ പോൾ, പി ബാബു, അരുളാനന്ദം, എം അരുൺകുമാർ എന്നിവർക്ക് മരണം വരെ ജീവപര്യന്തമാണ് ശിക്ഷ. ക്രിമിനൽ ഗൂഢാലോചന, ലൈംഗിക പീഡനം, കൂട്ടബലാത്സംഗം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ഇരകളായ 8 യുവതികൾക്ക് 85 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു. 2019-ലാണ് പൊള്ളാച്ചിയിൽ ഈ 9 പ്രതികൾ ചേർന്ന് കോളേജ് വിദ്യാർത്ഥിനിയെയും 2 സ്ത്രീകളെയും കൂട്ടബലാത്സംഗം ചെയ്യുകയും അതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തത്. രണ്ടായിരത്തി 2016-നും 2018-നും ഇടയിൽ പ്രതികൾ പൊള്ളാച്ചിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലെ നിരവധി വിദ്യാർത്ഥികളെയും വിവാഹിതരായ യുവതികളെയും ബലാത്സംഗം ചെയ്യുകയും അത് വീഡിയോയിൽ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തനിക്ക് സംഭവിച്ച ദുരനുഭവം തുറന്നു പറയാൻ 19-കാരിയായ പെൺകുട്ടി ധൈര്യം കാണിച്ചതോടെയാണ് മനസാക്ഷിയെ ഞെട്ടിച്ച പൊള്ളാച്ചി പീഡനം പുറം ലോകമറിയുന്നത്. തുടർന്ന് കേസിലെ പ്രതികളും പിടിയിലായി. 4 പേർ ഓടുന്ന കാറിൽ വെച്ച് പീഡിപ്പിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തെന്നും സ്വർണ്ണമാല കവർന്നു എന്നുമാണ് ഈ പെൺകുട്ടിയുടെ പരാതി. പ്രതികളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പരിശോധിച്ചപ്പോൾ നിരവധി പെൺകുട്ടികളുടെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടെത്തിയത് വഴിത്തിരിവായി. പൊള്ളാച്ചി ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് CBIക്ക് വിടുകയായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും AIADMK നേതാക്കളും വിധിയെ സ്വാഗതം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.